ഇന്ത്യക്ക് നേരെ തിരിച്ചടി നടത്താനായി പാകിസ്ഥാന് കഴിയുമോ? പാകിസ്ഥാൻ അതിനുള്ള ശേഷിയുണ്ടോ? ഇനി ഒരുപക്ഷെ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തിയാൽ ഇന്ത്യക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കാനായി സാധിക്കും? വളരെ വ്യക്തമായ സൂചനകൾ നൽകുന്നു. കാരണം 400 കിലോമീറ്ററിനപ്പുറത്ത് പോലും പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങളെ തിരിച്ചടിക്കാൻ, അവിടെ പോയി പ്രഹരം നടത്താൻ ശേഷിയുള്ള ബോംബറുകളടക്കം നമ്മുടെ പക്കലുണ്ട്. യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഡ്രോണുകളും കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ സുദർശന ചക്രമായ റഷ്യൻ നിർമ്മിത S-400 സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനം തന്നെയാണ് അതിൽ ഏറ്റവും കരുത്തനായി നിൽക്കുന്നത്. പാകിസ്ഥാൻ ആക്രമിക്കണമെന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് ഇന്ത്യയുടെ ആക്രമണം നടത്തി തീരുമെന്നുള്ള വലിയ വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഇന്നലെ തന്നെ പാകിസ്ഥാൻ നൽകേണ്ടി വന്ന വില അത് വളരെ വലുതാണ്. പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ഒരു വലിയ അട്ടിമറിക്ക് വിധേയമായതും ഇന്ത്യയോട് കളിച്ചതുകൊണ്ടാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിറകെ തന്നെ ഇന്നലെ രാത്രി പാകിസ്ഥാൻ നടത്തിയ പ്രകോപനപരമായ നീക്കത്തിൽ നിന്നും ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കുന്നു, പ്രത്യാക്രമണം നേരിടേണ്ടി വരും. ഇനിയും പ്രകോപനം സൃഷ്ടിക്കാൻ പാകിസ്ഥാനും ഭീകരരും ഒരുപോലെ തന്നെ ശ്രമിക്കും. അതുകൊണ്ട് സർവ്വസജ്ജമായി തന്നെയാണ് ഇന്ത്യ നിലയുറപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പരാമർശിച്ച ഇന്ത്യയുടെ വജ്രായുധം സുദർശന ചക്രമായിട്ടുള്ള S-400 ഇസ്രയേൽ നിർമ്മിത ബരാക്ക് 8 മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം 70 കിലോമീറ്ററോളം ദൂരപരിധി താണ്ടാൻ കഴിയുന്നതും ഒപ്പം 25 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ആക്രമണങ്ങളെ കണ്ടെത്തി പ്രതിരോധിക്കാൻ നിർവീര്യമാക്കാൻ കഴിയുന്ന തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനവും ഒപ്പം തന്നെ ചെറിയ ദൂരപരിധിയിൽ ഷോർട്ട് റേഞ്ചിലുള്ള 15 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ആക്രമണങ്ങളെ നിർവീര്യമാക്കാൻ ഇസ്രയേൽ നിർമ്മിത ലോ ലെവൽ സ്പൈഡർ ക്വിക്ക് റിയാക്ഷൻ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകളുമൊക്കെ ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചു കഴിഞ്ഞുവെന്ന വ്യക്തമായ സൂചന നേരത്തെ തന്നെ നമുക്ക് ലഭ്യമായതാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇസ്രയേലിൻ്റെയും റഷ്യയുടെയും ഇന്ത്യയെയും സംയുക്തമായ ഒരു കരുത്ത് തന്നെയാണ് പാകിസ്ഥാനെതിരെ നിറയൊഴിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. കര വ്യോമ നാവിക സേനകൾ സർവ്വസജ്ജമായി നിലയുറപ്പിച്ചിരിക്കുന്നു. അതിർത്തിയിലൊക്കെ തന്നെ റഡാറുകൾ മുഴങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പാകിസ്ഥാന്റെ മിസൈൽ പ്രതിരോധ റഡാറുകളെ ഒക്കെ തന്നെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് നിർവീര്യമാക്കിക്കൊണ്ട് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അതിനെ വ്യക്തമായി തടയാൻ പല തലങ്ങളിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. 400 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ ഷോർട്ട് റേഞ്ചിലുള്ള ആക്രമണങ്ങളെ പോലും ഇന്ത്യക്ക് തടുക്കാനും നിർവീര്യമാക്കാനും പ്രതിരോധിക്കാനുമായി സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ 50-ലധികം ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമ മേഖലയിൽ കടന്നു വന്നിട്ടും 24ഓളം മേഖലകളെ ലക്ഷ്യമിട്ടിട്ട് പോലും ഒന്നുപോലും നിലത്ത് പതിക്കാതെ, നിലം തൊടിക്കാതെ ഇന്ത്യ പറപ്പിച്ചത്. നാവികസേന അറബിക്കടലിൽ യുദ്ധക്കപ്പലുകളൊക്കെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. കറാച്ചി പോർട്ടിന്റെ അവസ്ഥ അതെന്താണെന്നുള്ളത് പാകിസ്ഥാൻ വ്യക്തമായി പറയുന്നില്ലെങ്കിലും അവിടെ ഒരു വെടിക്കെട്ട് നടന്നു എന്നുള്ള പ്രതീതി തന്നെയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് 60% രാജ്യത്തിന്റെ ചരക്ക് നീക്കം നടക്കുന്നതും ഏറ്റവും അധികം ലാഭമുണ്ടാക്കിയെടുക്കാനും കഴിയുന്ന ഒരു പ്രധാന പോർട്ട് തന്നെയാണ് കറാച്ചി എന്ന് പറയുന്നത്. അപ്പോൾ കറാച്ചിയെ തന്നെ ഇന്ത്യ ലക്ഷ്യം വെച്ചു. INS വിക്രാന്ത് അങ്ങോട്ടേക്ക് കുതിച്ചു എന്ന വാർത്ത ഇന്നലെ ലഭ്യമായപ്പോഴേ വളരെ വ്യക്തമായി തന്നെ ഇന്ത്യ പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാനെ മുച്ചൂടും മുടിക്കുമെന്നുള്ള കാര്യം. അതിർത്തിയിലെ കരസേനാ യൂണിറ്റുകളും ഏത് തരത്തിലുള്ള അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ്. BSF-നടക്കം ആരെങ്കിലും അതിർത്തി നിയന്ത്രണ രേഖ കടന്നു വന്നാൽ മറ്റൊന്നും തന്നെ നോക്കേണ്ടതില്ല, വെടിവെച്ചിട്ടോളാനാണ് ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. വ്യോമസേന യുദ്ധവിമാനങ്ങളും അതിർത്തിയിൽ വ്യോമ പെട്രോളിംഗിൽ സജീവമായി നിൽക്കുകയാണ്. പരിചിതമല്ലാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കടന്നാക്രമണം, ക്രോസ് ബോർഡർ ടെററിസം ഏതെങ്കിലും കണ്ണിൽപ്പെട്ടാൽ വളരെ വേഗത്തിൽ തന്നെ ക്വിക്ക് റിയാക്ഷൻ നടത്താനായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ലാഹോറിലാകട്ടെ വലിയ പടയൊരുക്കം ഇന്നലെ പാകിസ്ഥാൻ നടത്തുന്നുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ പ്രത്യാക്രമണം തന്നെയാണ് രാത്രിയിൽ 8 മണി മുതൽ 11 മണി വരെ നാം കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഇന്ത്യയുടെ പടവെട്ടായിരുന്നു, ഇന്ത്യയുടെ വെടിക്കെട്ടായിരുന്നു സംഭവിച്ചത്. ബ്ലാക്ക് ഔട്ട് അടക്കം പാകിസ്ഥാൻ ഒരു രാത്രി മുഴുവൻ ഇരുട്ടിനടിയിലായത് വളരെ വ്യക്തമായി നമ്മൾ കണ്ടതായിരുന്നു. എന്തായിരുന്നാലും നമ്മുടെ രാജ്യത്തിൻ്റെ ആണവായുധ ശേഖരം കൈകാര്യം ചെയ്യുന്ന ട്രൈ സർവീസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ സാഹചര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഏത് തരത്തിലുമുള്ള പ്രത്യാക്രമണങ്ങൾക്കും ശക്തമായ തിരിച്ചടി നൽകുക എന്നാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന് ഇന്ത്യൻ സൈന്യത്തിനുള്ള പൂർണ്ണ അധികാരം കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു. ഇന്ത്യയുടെ സൈനിക സാഹസികതയ്ക്ക് വേഗത്തിൽ മറുപടി നൽകുമെന്നാണ് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറലായിട്ടുള്ള അസിം മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ഇന്ന് അദ്ദേഹം ആർമി ചീഫ് ജനറൽ അല്ല എന്നുള്ളതും അതിൻ്റെ പരിണിത ഫലം എത്രത്തോളം ഇന്ത്യയോട് കളിച്ചാൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന അറിഞ്ഞിരിക്കുന്നു.
എന്തായിരുന്നാലും ഓപ്പറേഷൻ സിന്ദൂറും അതിൻ്റെ ഫേസ് 2ഉം ഒക്കെ തന്നെ യുദ്ധ സാഹചര്യം ഉടലെടുത്തതും ഒക്കെ തന്നെ കൃത്യമായി ഇന്ത്യ വീക്ഷിക്കുന്നു. ഡൽഹിയിൽ ഇപ്പോഴും തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിശക്തമായ തിരിച്ചടിക്ക് ഇന്ത്യ സർവ്വസജ്ജമാണെന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും മിക്ക വിമാന സർവീസുകളും താൽക്കാലികമായി റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായി അടച്ചിടുകയല്ല, എന്നിരുന്നാലും വിമാന കമ്പനികളും പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ളത് ശ്രീനഗർ, ജമ്മു, ലേ, ചണ്ഡീഗഡ്, അമൃത്സർ, ലുധിയാന, പാട്യാല, ബദിന്ദ, ഹൽവാര, പഠാൻകോട്ട്, ഭൂന്ദർ, ഷിംല, ഗംഗൽ, ധർമ്മശാല, കിഷൻഗഡ്, ജയ്സാൽമീർ, ജോധ്പൂർ, ബിക്കാനീർ, മുദ്ര, ജാംനഗർ, രാജ്കോട്ട്, പോർബന്ദർ, കട്ല, കെഷോന്ത്, ഭുജ്, ഗ്വാളിയാർ, ഗാസിയാബാദ്, ഹിൻഡൻ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം ശനിയാഴ്ച പുലർച്ചെ വരെയാണ് നിർത്തിവച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കിട്ടിയ തിരിച്ചടികൾക്ക് പാകിസ്ഥാന് തിരിച്ചടിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു തിരിച്ചടി നൽകാനാണ് ഇന്നലെ ശ്രമം നടത്തിയത്. പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ വലിയ സമ്മർദ്ദമുണ്ടാകുന്നുണ്ട്. തിരിച്ചടിക്കണ്ട എന്ന് ഭരണാധികാരികൾ പറഞ്ഞിട്ടും കരഞ്ഞു വിളിച്ചിട്ട് പോലും സൈനിക മേധാവിയുടെ ഒരു എടുത്തുചാട്ടം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. അതിന് പിന്നാലെയാണ് സൈനിക മേധാവിയുടെ സ്ഥാനം പോലും തെറിച്ചത്. രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തി നിലവിൽ അദ്ദേഹത്തെ തുറങ്കിലടച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായി കഴിഞ്ഞിരിക്കുന്നത്.